ഇപ്പോൾ അതാ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിട്ടുള്ളൊരു വീട് പൂവണിഞ്ഞിരിക്കുകയാണ്. സ്വപ്നം തന്നെ പറയാം. ഒരുപാട് സന്തോഷം. ഫംഗ്ഷന് വന്ന ഓരോ ആളുകളും ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കിനെ പറ്റിയും ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എല്ലാവരും വളരെ നല്ല നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വീട്. അത് കേൾക്കുമ്പോൾ നമുക്കൊരുപാട് സന്തോഷം. വീട് എന്നുള്ളൊരാശയം മനസ്സിലേക്ക് വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ ആശയത്തിൽ ഒരു ട്രഡീഷണൽ സ്റ്റൈല്, ഒരു വലിയ നീളമുള്ള ഒരു കൊലായി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു കണ്ടംപററി സ്റ്റൈല്. അപ്പോൾ നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല. അനിയൻ തന്നെ ആർക്കിടെക്റ്റാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനോട് പറഞ്ഞപ്പം അവന് 2 സ്റ്റൈലിലുള്ള ഒരു പ്ലാനും നമുക്ക് മുന്നോട്ട് വെച്ച് അങ്ങനെ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ട്രഡീഷണൽ. നമ്മളെ നാട്ടിലൊക്കെ ഒരു 4-5 വർഷം മുന്നെയാണ് ഈ പ്ലാൻ വരച്ചു തന്നത്. അപ്പോൾ അത് വളരെയധികം ഇഷ്ടപ്പെട്ട് ഈ പ്ലോട്ട് മൊത്തത്തിൽ 40 സെൻറ്റാണുള്ളത്. ഈ 40 സെൻറ്റിൽ നമ്മളൊരു 3960 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഒരുങ്ങിയിട്ടുള്ളത്. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് നമ്മൾ ഈ വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു പബ്ലിക് ഏരിയയും ഒരു പ്രൈവറ്റ് ഏരിയയും സെപ്പറേറ്റ് വേണമെന്നുള്ള സജഷൻസ് വന്ന സമയത്ത് അവർ തന്നെ ക്ലീനായിട്ട് ആ ഡിസൈൻ ചെയ്ത് അതിൻ്റെ ഓരോ പാർട്ടിക്കിളായിട്ടുള്ള ഓരോ പോർഷൻസും സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. പ്രൈവറ്റ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആയിരിക്കുന്നത് ഇവിടെ 3 കുട്ടികളുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്പേഷ്യസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ തന്നെ ഇവിടുന്ന് സജസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ അവരുടെ റിക്വയർമെൻറ്റ് മാത്രമല്ല, നമുക്ക് അവരുടെ യൂട്ടിലിറ്റിയും കൂടി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്തിട്ടുള്ളത്. ആ ലോങ്ങിലി കട്ടൺ ചെയ്തിട്ടുള്ള സമയത്ത് നമ്മളത് മാനുവലി നമുക്ക് ഉപയോഗിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടും അതിൻ്റെ യൂസിങ് വളരെയധികം ബുദ്ധിമുട്ട് വരുന്നൊരു സംഭവമാണ് നമ്മളെ ഈ കർട്ടൻസ്. പക്ഷേ ഇത്രയും ലോങ് കർട്ടൻ ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഓട്ടോമേഷനാണ് ചെയ്തിട്ടുള്ളത്. ഇൻസൈഡിൽ നമുക്കൊരു കോർട്ട്യാർഡ് കൺസെപ്റ്റ് വേണം എന്നുള്ളത് കസ്റ്റമർ റിക്വയർമെൻറ്റ്, അതായത് ചെറിയൊരു ഗ്രീനിഷ് ആയിട്ടുള്ളൊരു ഭാഗം വേണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ അതിലേക്ക് ഒരു വെർട്ടിക്കൽ വാട്ടർ ബോഡി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീട് മൊത്തത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ജപ്പൻഡി സ്റ്റൈലിലുള്ളതാണ്. ഈ വീട്ടിലുള്ള ഉപയോഗിച്ചേക്കണ ഓരോ കളർ തീമുകളും എല്ലാം ഒരു ലൈറ്റായിട്ടുള്ള ഷെയ്ഡിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇൻറ്റീരിയറിൽ ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സൊക്കെ മോസ്റ്റ്ലി പേസ്റ്റൽ കളേഴ്സാണ്. കിച്ചൺ ഏരിയ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഒരു പാൻട്രി ഏരിയ സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ട് അതിനോട് കൂടിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് കിച്ചണിൽ നിന്ന് നമുക്ക് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അവിടെയും ചെയ്തിട്ടുള്ളത്. അതിന് ഇനി ഇൻ കേസ് അവർക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊരു ഹിഡൻ ആയിട്ടുള്ളൊരു കർട്ടൻസും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്.
കിച്ചണിൽ വാൾ സ്റ്റോറേജിൽ ഉപയോഗിച്ചേക്കുന്നത് എല്ലാം ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള വെർട്ടിക്കൽ സ്ലൈഡേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാൻലിവർ സ്റ്റൈലിലാണ് ഇവിടുത്തെ സ്റ്റെയർസ് കൊടുത്തിട്ടുള്ളത്. ഒറ്റ സ്ട്രക്ചറിൽ തന്നെ സ്ട്രൈറ്റ് കയറുന്ന ഒരു രീതിയിലാണ് ഈ സ്റ്റെയർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് വുഡിലാണ് ഫിനിഷ് ചെയ്തത്. അതായത് സ്റ്റീൽ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് വുഡ് പാനലിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാധനം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ലിവിങ് ഡബിൾ ഹൈറ്റിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഡബിൾ ഹൈറ്റിൽ ചെയ്തിട്ടുള്ളത് തന്നെ സ്റ്റെയർ കയറി വന്നിട്ട് എൻഡ് ചെയ്യുന്ന ഭാഗത്തു നിന്ന് ഒരു ബ്രിഡ്ജ് ടൈപ്പിലാണ് നമ്മൾ ലിവിങ്ങും അതിൻ്റെ ഡബിൾ ഹൈറ്റും പാസിങ്ങും എല്ലാം ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ കണക്ഷൻ നമ്മൾ എല്ലാ ഭാഗത്തു നിന്നും വീടിൻ്റെ ഏത് സൈഡിൽ നിന്നും നമുക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ലൈറ്റ്സും. ചൈനയിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഓരോ പ്രോഡക്ട്സാണ്. ഈ ഇൻറ്റീരിയറിനോട് ഏറ്റവും ഇണങ്ങുന്ന രീതിയിൽ, ഏറ്റവും സ്യൂട്ടായിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന രീതിയിൽ നമ്മളത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് അതിൻ്റേതായിട്ടുള്ള 100% അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം വിൻഡോ ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് വലിയ വലിയ വിൻഡോസ് തന്നെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം തന്നെയാണ്. അപ്പോൾ പ്ലാനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇഷ്ടമായി. പിന്നെ നമ്മൾ മുന്നോട്ട് വെച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 2 പാർട്ട്, പ്രൈവറ്റ് ഏരിയ, പബ്ലിക് ഏരിയ എന്നുള്ളത് അവന് വൃത്തിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ അതാ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിട്ടുള്ളൊരു വീട് പൂവണിഞ്ഞിരിക്കുകയാണ്. സ്വപ്നം തന്നെ പറയാം. ഒരുപാട് സന്തോഷം. ഹൗസ് വാമിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ഫംഗ്ഷൻ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷന് വന്ന ഓരോ ആളുകളും ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കിനെ പറ്റിയും ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എല്ലാവരും വളരെ നല്ല നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ പോലും ഒരു മോശം രീതിയിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ, ഒന്ന് മാറ്റിക്കൂടായിരുന്നോ എന്നുള്ളൊരു കമൻറ്റ് ഞാൻ കേട്ടിട്ടില്ലേ പറഞ്ഞത്. അപ്പോൾ ഞാനൊരു ആലത്തൂർ സ്കൂളിലെ ടീച്ചറാണ്. ടീച്ചേഴ്സായാലും പിന്നെ കൂടെ ഉള്ള ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വീട്. അത് കേൾക്കുമ്പോൾ നമുക്കൊരുപാട് സന്തോഷം.